ആചാരാക്ക ഒന്നടക്കി. എന്തേ? ഇക്കൊല്ലത്തെ പെരുന്നാൾ അറിവിനെ ഞമ്മക്കൊരു പങ്ക് ചേരണം. എന്തിനാ പങ്കാക്കണു? ഒരു ഉരുവിനെ തന്നെ നിങ്ങക്ക് അറക്കാലോ. ശമ്പളക്കല്ലേ? ടീച്ചറായിരുന്ന കാലത്ത് ഒരു ഉരു തന്നെ അർത്തിയുന്നില്ലേ? ഇപ്പൊ പെൻഷൻ കിട്ടുന്നതല്ലേ ഉള്ളൂ. ഞാൻ വെറുതെ തമാസക്ക് ചോദിച്ചു എന്നുള്ളൂ. അവനാനെ കൊണ്ട് കജിൻ്റെ ചെയ്താൽ മതി. 13,000 ഉറുപ്പ്യാണേ ഒരു പങ്കിനുള്ളത്. ഇജ് അടുത്ത വെള്ളിയാഴ്ച ഞാൻ പള്ളിക്ക് ഇറങ്ങുമ്പോഴേ എൻ്റെ അടുത്ത് തന്നാണ്ടി. വെള്ളിയാഴ്ച എന്നാലേ നിങ്ങളുണ്ട് ഇറങ്ങുമ്പോ ഞാൻ പൈസ തരട്ടാ. പിന്നെ എത്ര കുട്ടികളൊക്കെ വർത്താനം. രണ്ടാ മക്കളല്ല ചിരാക്ക. ഒരുത്ത ലണ്ടനിലും ഒരുത്ത ദുബായിലുമാണ്. ഇതിപ്പോ ചെറിയോന്റെ കുട്ടിയാണ്. അവിടെ സ്കൂള് പൂട്ടിയപ്പോഴേ ഓൺ പോന്നതാണ്. ഇപ്പൊ ഞാനും ഓനും തന്നെ ഉള്ളു ഇപ്പൊ ഇവിടെ. നിങ്ങൾ ഇവിടെ ഇറങ്ങാറായി ഒന്നും നിൽക്കണ്ടല്ലോ. കുട്ടികളെ അടുത്തേക്ക് ആണ്ട് പോയിക്കൂടെ? അതാ ചേരാക്ക, നമുക്ക് വയസ്സാകുമ്പോ നമുക്ക് നമ്മളെ പെരയും നാടും തന്നെയാണ് ഞമ്മക്ക് പറ്റുള്ളൂ. നമുക്കിപ്പോൾ അവിടെ ഒന്നും പോയി നിൽക്കാൻ പറ്റൂല. ഓല പ്രായമല്ലല്ലോ പിച്ച്. ഓലൊക്കെ വരുമ്പോത്തിന് പെരയൊക്കെ നന്നാക്കുകയാണ്. അതിന്റെ അടിയിലേ ഇപ്പൊ ഒന്നാണ്ട് പോയിന്നീലെ കുട്ടികളെ അടുത്തേക്ക്. പോയിന്നു. വലിയ മരുവോള് പെറ്റപ്പോളേ ഓളെ കുട്ടീനെ കാണാനൊന്ന് പോയിന്ന് ഞാൻ. ഓലിഞ്ഞ് വരണമെങ്കിൽ 4-5 കൊല്ലം കഴിച്ചു. അപ്പൊ ഒന്നാണ് പോയി. എന്നാലേ ഞാൻ പറഞ്ഞാലേ നിങ്ങൾ വെള്ളിയാഴ്ചക്ക് എടുത്തേച്ചാണ്ടി പോട്ടെ. നിസ്കാരം തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പോ. ആചാര്യ ഇതൊക്കെ ഉദവത്തിനുള്ള തന്നെ കേട്ടോ. ഒരു 10-40 പോത്ത് ഇവിടെ തന്നെ ഉണ്ട്. ഇതേപോലെ തന്നെ ഒരു 30 കാളകൾ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഏതാ വേണ്ടെങ്കിൽ തിരഞ്ഞെടുത്തോളൂ. ആലിയപ്പുവാ, ഞങ്ങൾക്ക് മാണ്ടതേ പോത്തുകളാണ്. ഇക്കുറി 10-23 പോത്തുകൾ മാണ്ടി വരും. അതിപ്പോ ഇതില് നമ്മൾ പറ്റി പോത്തുകളാണ് ഈ കാണേണ്ടതൊക്കെ. ഈ നാക്കാലിൽ നിങ്ങൾക്ക് തോത്തുനിന്ന് ഇറക്കി കാണണമെങ്കിൽ ചെക്കനോട് വിളിച്ചാൽ മതി. ഇപ്പോൾ കൊണ്ട് വരും. ഒന്നാണ്ട് ഇറക്കിയിട്ട് നമുക്ക് മൊത്തത്തിൽ നിങ്ങളൊന്ന് കണ്ടാളി. 1 നമ്പർ സാധനങ്ങളാണ്. ഇതിലിപ്പോ കന്നുകളൊന്നും പുറത്തേക്ക് ഇറക്കി കാണേണ്ട ആവശ്യമില്ല. കന്നൊക്കെ ഞങ്ങൾക്ക് പറ്റിയിരിക്കണം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കരീമിന്റെ അടുത്തുനിന്നാണ് കന്നെടുത്തത്. പക്ഷേ നമ്മളെ ചെറിയൊരു വെപ്പ് വെച്ചു. ആ കമ്മീഷൻ പറഞ്ഞത് കിട്ടിയില്ല. പള്ളിക്കൊക്കെ അല്ലേന്നൊക്കെ പറഞ്ഞ് സോപ്പ് ഇട്ട് കാണ്ട് മയക്കി അതിൽ നമ്മളെ പറ്റിച്ചു. അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു. ആലിയപ്പുവാ, മേതോജി പറയാനും പറയാനുള്ളത്, പിന്നെ ഒന്നിമ തട്ടപ്രകാരം ഞങ്ങൾക്ക് കമ്മീഷൻ തരണം. അത് എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞ എന്റെ ആവശ്യമില്ലല്ലോ. തട്ടല്ല, കരാതി വേണമെങ്കിലും തരാം. പാർട്ടിന്റെ ഇരുന്ന് അതിനനുസരിച്ച് വാങ്ങി തന്നാൽ മതി. പാർട്ടിന്റെ കാര്യത്തിനൊന്നും ഇജ്ജ് ബേജാറാണ്ട. അത് ഞങ്ങൾ പറയും പോലെ തന്നെ ഉണ്ടാവുള്ളൂ. അല്ല ആചാര്യ, ഇതിപ്പോ കമ്മിറ്റിന്റെ അറിവന്നല്ലേ? സംഗതി കമ്മിറ്റിന്റെ അറിവ് തന്നെയാണ്. ഇതിൽ സെക്രട്ടറി ഞാനാണ്, ജോയിന്റ് സെക്രട്ടറി മൂപ്പരുമാണ്. പ്രസിഡന്റ് പോന്നിട്ടില്ല. മൂപ്പര് കുറച്ച് പ്രായമുള്ള ആളാ. മൂപ്പര് സാധാ സീതര ആളാണ്. മൂപ്പര് ഇത് കൊണ്ടാൻ പേര് പൈസ തേല് മൂപ്പരാണ് ഈ കാര്യം. നമ്മളെ ഈ ഇടപാടേ മൂപ്പര് ഒരിക്കലും അറിയരുത്. ആരെയപ്പോ അത് പറയില്ലട്ടാ. എനിക്ക് ഇവിടുന്ന് കന്ന് വെക്കലല്ല ആവശ്യം. ഇങ്ങളൊക്കെ കുറവാ ചോദിക്കേണ്ടത്. വേറെ ഉള്ളവരൊക്കെ വന്നു കഴിഞ്ഞാല് ഒരു നാക്കാലി മാടേ ചോദിക്കുന്നു. അതിപ്പോ കമ്മിറ്റിന്റെ അല്ലേ, വല്ലാതെ നക്കാൻ വെച്ചല്ലോ. ഇനി ആരെങ്കിലും വന്ന് കാണാണ്ടെങ്കിൽ വന്ന് കണ്ടോട്ടെ. എനിക്ക് ബാക്കിയുള്ളത് വിൽക്കാനുള്ളതാണ്. എടാ കുട്ടി, ഇനി ആര് വരാനാ? ഞങ്ങൾ രണ്ടാളും വന്നേക്കണില്ലേ? പെട്രോൾ മാക്സ് ഉണ്ടാവുമ്പോ എത്രയാണ് മേത്തിരി? അളിയാങ്കാക്ക ഇപ്പൊ ഒഴിവില്ല. പള്ളിന്റെ പ്രസിഡന്റ് അല്ലേ. ഈ ഒതിയത്തിന്റെ സംഗതിക്കും വേണ്ടി മണ്ടിപ്പോയാണ്. വലിയനാൾ ഇപ്പൊ ഇവിടെ ആയില്ലേ. അവിടുത്തെ മാലിന്യം ഇതേപോലെ തന്നെയാണ് ഒതിയത്തിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇജ്ജ ഈ വൈക്കൊന്നും വരവില്ലല്ലോ മാനോ. ഒരാങ്ങളായിട്ട് ഇജ്ജ എന്നെ ഉള്ളവരെ വെച്ച് വരാനുള്ളത്. പൊന്നാരന്റെ എന്നെ ഒഴിവാക്കിയതൊന്നുമല്ല, അങ്ങോട്ട് വരാൻ ഒഴിവിട്ടായിട്ടാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം 2-3 പോത്തും കുട്ടികളെ വാങ്ങിയല്ലോ. ഐറ്റങ്ങളെ പിന്നാലെ നടക്കലേന്ന് പണി. ഇപ്പൊ ഏതായാലും ഐറ്റങ്ങളെ വിറ്റ് കിട്ടി. അപ്പൊ ഞാൻ ഒന്ന് വേണം വണ്ടി പോന്നാണ്. ഞാൻ എന്നോട് അന്ന് തന്നെ പറഞ്ഞിക്കണു ആ നാക്കാലികളൊന്നും വാങ്ങണ്ടാന്ന്. അന്നെ കൊണ്ട് ഗജൂലാറ്റങ്ങളായിട്ട് പിന്നാലെ നടക്കാന്. അനക്ക് നമ്മളാ പാടത്തെ വല്ല കൃഷി നടത്തിയാ പോരെ. ഞാൻ ഐറ്റങ്ങളെ ഒന്നാമത് വാങ്ങിയത് എന്താ വെച്ചാൽ പാടത്തേക്ക് എന്തെങ്കിലും കുറച്ച് വളം കിട്ടുമല്ലോ വെച്ചിട്ടേ. ഇപ്പൊ എന്തായി, അതുകൊണ്ട് തന്നെ ഞാൻ ചിറ്റി. ഇനി ഒരു വീസ വെക്കൂല, വെച്ച വീസ കൊണ്ട് പഠിച്ചൂല. വളമൊക്കെ ഇപ്പൊ പൈസ എടുത്താൽ കിട്ടൂല എവിടുന്നായാലും. നമ്മളെ ഇപ്പുള്ള കാലത്തേനു നാക്കാലിയാളെ വളർത്തിക്കാണ്ടേ വളമയൊക്കെ നമ്മൾ തൊടുവ് കൊണ്ടേട്ടീനത്. അതൊക്കെ ശരി തന്നെയാണ്. കൃഷി ഉണ്ടാക്കാച്ച പൂതിയില്ലായിട്ടല്ല. കാരണം എന്താ, മഴയാണ് പെയ്താ വെള്ളം മൂടി ഒക്കെ ചീഞ്ഞു. പിന്നെ പന്നിയാളെ ശല്യം വേറെ, മൊച്ചയും മയിലും ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നില്ല. പെരുന്നാക്ക് ഞാൻ കുടിക്ക് വരണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അന്ന് എന്തേലും മുട്ടിത്തിരിച്ചിലുണ്ടാവുമെന്നാവോ. കുട്ടികള് പോയാല് പിന്നെ വല്ലാതെ നോല് നിക്കൂലല്ലോ. സ്കൂളല്ലേ, 2 ദിവസം ഒഴിവുണ്ട് ഇക്കുറി. അല്ല സുക്കൂറെ, പള്ളിയൊക്കെ സുബൈക്കൊന്നും കാണില്ലല്ലോ. ഞാൻ പെരയിലുണ്ടായിട്ട് ഉസ്താദെ. പെരയിലിരിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഇത് ചെലപ്പൊക്കെ പള്ളിക്ക് കാണാം, സുബൈക്കല്ല തീരെ കാണില്ല. അതുകൊണ്ട് ചോദിച്ചത്. അത് ഉസ്താദെ, ഞാൻ ഇപ്പൊ ജിമ്മിന് പോകുന്നുണ്ട്. അപ്പൊ ജിമ്മിന്റെ അടുത്തൊരു പള്ളി ഉണ്ട്. സുബൈക്ക് ഞാൻ അവിടെ ഉണ്ടാവല്. പിന്നെ നമ്മളെ ഒലിയത്താണ് വരുന്നത്. അതിന് നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ സജീവമായിട്ടൊന്ന് പങ്കെടുക്കണം. ഞാൻ ആദ്യം നിന്ന മയലിലേ അവിടെ ചെറുപ്പക്കാരൊക്കെ ഉഷാറായിരുന്നു. ഇവിടെ ലേശം കുറവുണ്ടോ എനിക്ക് സംശയമുണ്ട്. അത് ഉസ്താദെ, ഇവിടെ വയസ്സന്മാരാണ് കമ്മിറ്റിയില്.
ഓൽക്കൊന്നും ചെറുപ്പക്കാരെ കണ്ണു പിടിച്ചൂല. ഈ 2 കൊല്ലമായിട്ടാണ് ചെറുക്കന്മാരൊക്കെ ഇപ്പൊ ബാക്ക് നിൽക്കാൻ തുടങ്ങിയത്. അതിന് കാരണമുണ്ട്. ഈ കമ്മിറ്റിക്കൊട്ടെ കുറച്ച് വയസ്സന്മാരുണ്ട്. ഓലെ ചെക്കന്മാരെ കൊണ്ട് കൂലിക്ക് പണിയെടുപ്പിച്ചമാർക്ക് പണിയെടുപ്പിച്ചല്. ഇവര് ഫ്രീ ആയിട്ട് ഓരോരോ ഇതുമ്പത്ത് ചെയ്യല്ലേ. അതിനനുസരിച്ചുണ്ടല്ലോ ഇവര് നിൽക്കല്. അതൊന്നുമില്ല. ഓല് വലിയ ആൾക്കാർ കസാലയിൽ കാലം കയറ്റിച്ച് ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് ഇങ്ങനെ ആജ്ഞാപിക്കുക, അത് എടുക്കുക ഇത് എടുക്കുക ഇറങ്ങാണ്ട്. ചെക്കന്മാർക്ക് എങ്ങനെ പറ്റുമോ? അത് എനിക്കും തോന്നിയിരിക്കണേ. അത് വയസ്സായ ആൾക്കാരല്ലേ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളാം. നിങ്ങൾ ആരും മടിച്ചേക്കാതെ ഒന്ന് സജീവമായിട്ട് പങ്കെടുക്കി, നമുക്ക് ഉഷാറാക്കണം. ഞാൻ പറഞ്ഞു നോക്കാം ചെക്കന്മാരോടൊക്കെ. നിങ്ങളൊക്കെ ഈ വൈക്ക് പോകണു? ഞാനേ നമ്മളെ ചാക്കച്ചോടം ചെയ്യുന്ന കാതറാക്കല്ലേ, മൂപ്പറ മോൻ്റെ പെരീകൻ ചെല്ലാൻ പറഞ്ഞു. എന്താ ദോരക്കാണ്ട് പറഞ്ഞു. പോടെ നല്ലിട്ടാ. ആയിക്കോട്ടെ. ഒരു മിനിറ്റ്, ഒരു സംശയം ഉണ്ടായി. എത്ര സംശയം? ചെറുപ്പക്കാർക്ക് ഈ മലിലേ കുറച്ച് സംശയം ചോദിക്കൽ കൂടുതലാണ്. ചെറിയൊരു സംശയമാണ്. ഞാൻ കുറെ ദിവസമായി ചോദിക്കണം വിചാരിക്കുന്നു. നിങ്ങളെ ഈ ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ ശേഷം ഈ വടക്കൊക്കെ തിരിഞ്ഞുകൊണ്ട് തോരക്കണം എന്താ അതിന്റെ പൊരുള്? അല്ലെങ്കിലും നിങ്ങൾക്ക് ചെറുപ്പക്കാർക്ക് ഉസ്താദ്മാരൊന്ന് ആട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലൊക്കെ സംശയമാണ്. ഇത് ആ തിരിച്ചിലല്ല ഉസ്താദെ, ഇത് ദോരക്കാൻ വേണ്ടി തിരിയുന്നുണ്ടല്ലോ, അതിനെ പറ്റിയാ ഞാൻ ചോദിച്ചത്. നിസ്കാരത്തിന് ശേഷേ ഇമാമ് അല്പം ഒന്ന് ചെരിഞ്ഞിരിക്കല് റസൂലിന്റെ ചര്യയാണ്. അത് നമ്മൾ നിലനിർത്തി പോകണം. ആചാര്യ 23 കണ്ണാണ് ഇപ്പൊ അവൾ വേണേ ഏൽപ്പിച്ചേക്കേണ്ടത്. അതിലിപ്പോ 22 കണ്ണിന് ആളായിക്കണം. ഒരു കണ്ണിന് ആളായിട്ടില്ല. ആളായിട്ടില്ല എന്നല്ല കേട്ടോ, 3 ആളായിക്കണു. 4 ആളെ കമ്മിയുണ്ട് പങ്കിന്. 23 കണ്ണ് ഇപ്പൊ ഏതായാലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചും ചെയ്ത് പോകണം. 23 തന്നെ ആയിക്കോട്ടെ. ഞാനും പെണ്ണുങ്ങളും ഓരോ പങ്ക് കൂടിക്കോളാം. പിന്നെ ഇപ്പൊ 2 ആളെ കമ്മിയല്ലേ ഉള്ളൂ. അല്ല, 2 ആളെ കമ്മി അപ്പോഴും ഇല്ലേ? നമ്മളെ മഹല്ലത്തിൽ കൂടേണ്ടവരൊക്കെ കൂടിക്കുന്നു, എല്ലാരും കണ്ട് എല്ലാരും ചേർത്തും ചെയ്തിരിക്കുന്നു. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? നിങ്ങൾ 2 ആളും കൂടി ഓരോ പങ്കാണ് ചേർന്നാ പോരെ. അപ്പൊ ഈ കന്നിന് 7 പങ്കേരും ആവും. അല്ലല്ല, ഞാൻ 2 പങ്കാണ് ചേർന്നോണു. ഇന്നെ കൊണ്ട് ഇനി കഴിയൂല. എവിടെ ആചാരം നിങ്ങൾ 2 പങ്ക് കൂടിക്കുന്നു പറഞ്ഞത്? നിങ്ങൾ കൂടെ 2 പങ്കേ മാപ്പിള മരിച്ച നിങ്ങൾ ആ പെങ്ങളതല്ലേ? അതിപ്പോ അതൊക്കെ 2 ഒന്ന് തന്നെ അല്ലേ? ഇന്ന് ആചാരം മൂപ്പർക്ക് അജൂലെങ്കിലേ നിങ്ങളൊരു പങ്കാണ് ചേർന്നാളി. എന്നാ പിന്നെ നമുക്ക് ഒരാളെ നോക്കിയാൽ മതിയല്ലോ. അജിപ്പോ എന്നെ കൊണ്ട് കഴിയൂല. ഞാൻ കമ്മിറ്റി ഉള്ള കാലത്തും ഇല്ലാത്ത കാലത്തും കൂടിയിട്ടില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മളെ കമ്മിറ്റിക്കാരെ കുഴപ്പം. നമ്മളെ ഈ നാട്ടുകാർക്കൊരേ മാതൃക ആക്കി കാട്ടിക്കൊടുക്കേണ്ട ആൾക്കാരാണ്. പള്ളിക്കൽ എന്തെങ്കിലും ഒരു പിരിവ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കമ്മിറ്റിക്കാർ ഒരു ഉറുപ്പ്യ ചെയ്തൂല. നമ്മൾ നാട്ടുകാരെ പെരയിലൊക്കെ ചെന്നുകാണ്ട് പിരിച്ചുണ്ടാക്കും. എന്താ ഞമ്മക്കും അതിക്കൊരു പങ്ക് കൊടുത്താൽ അതിന് പഠിച്ചോന്റെ അടുത്ത് നമുക്ക് കൂലി കിട്ടൂല. ഓർക്ക് മാത്രം പോരല്ല ഈ കൂലിയും. നാളെ പഠിച്ചോന്റെ അടുത്ത് പോകാനുള്ള ഞമ്മക്കും പോകേണ്ടി വരും. നിങ്ങൾ പറഞ്ഞ സംഗതിയൊക്കെ ശരി തന്നെയാണ്. കമ്മിറ്റിക്കാരാണെന്ന് വെച്ചാൽ എല്ലാ സംഗതികളും നമുക്ക് ഏറ്റെടുത്ത് നടത്താൻ കഴിയൂല. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ആ അക്കരമുള്ള ആചാര്യണ്ടല്ലോ, മൂപ്പർ നമ്മൾ കണ്ടിട്ടില്ല. കഴിഞ്ഞിരുന്ന് മൂപ്പർ കൂട്ടിയതാണ്. ഇക്കുറി പോയി നോക്കിയാല് ഞാൻ പോരൂല. ഇനി ഇത് വലിയൊരു സ്വരചേർച്ചയിലല്ല. നിങ്ങൾ പോന്നാ നമുക്ക് ചോദിച്ചു നോക്കാം. തെത്താപ്പ് നിങ്ങൾ പോരാൻ പറ്റൂല എന്ന് പറയേണ്ടത്. അങ്ങനെ തന്നെയാണ്. തെറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ നന്നാവില്ല. ആണ്ടും കൊണ്ട് വർത്താനം പറഞ്ഞുകാണ്ട് അങ്ങനെ പോയി നോക്കിയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് 3 ആൾ കൂടിയാണ് പോവുക. മാണെങ്കിൽ നമുക്ക് ഉസ്താദിനെയും കൂട്ടാം. എന്നാ പിന്നെ അങ്ങനെ തെറ്റാ. എന്നാ ഞാൻ പോട്ടെ, എനിക്ക് പോയിട്ടേ ചെറിയൊരു ചുറ്റുപാടുണ്ട്. ഇതൊക്കെ പോരണോ? ഞാൻ പതാനല്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ആയിക്കോട്ടെ. ഈ തന്തേ പ്രസിഡന്റ് ആയതോടുകൂടി നമ്മളെ കട്ടക്കാൻ തുടങ്ങി. പണ്ട് ആനിഫാജ് പ്രസിഡന്റ് ആയ സമയത്ത് നീക്കുവൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഒരു അടവില്ലാത്ത സാധനമായിപ്പോയി. എന്തായാലും ഇപ്പൊ 6 മാസമല്ലേ ഉള്ളൂ. അടുത്ത ജനറൽ ബോഡിക്ക് ഇയാളങ്ങോട്ട് വരാതിരിക്കാനുള്ള പണിയെടുക്കണം. എന്നിട്ട് നമുക്ക് അനീഫാജിനെ തന്നെ കൊണ്ടുവരണം. അല്ല, അറിവിന്റെ കാര്യം കഴിഞ്ഞ നമ്മൾ ഏൽപ്പിച്ച കസായമുട്ടത്തിനല്ലേ ഏൽപ്പിച്ചേക്കണ്ട്? അയാളെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അയാളാവുമ്പോൾ എന്താ വെച്ചാൽ കുട്ടികളും അയാളോട് വന്നിട്ട് ഒക്കെ വൃത്തിയാക്കി തരും. നമുക്കത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നാട്ടിൽ നിന്ന് കുട്ടികളായിട്ട് സഹായത്തിന് ഏൽപ്പിക്കും വേണ്ട. കന്നൊന്നിന് 500 രൂപ കമ്മീഷനും പറഞ്ഞേക്കും. ആമീൻ. ഞാൻ പോട്ടാവില്ല. അതിന്റെ ആവശ്യം അല്ലല്ല, വേണ്ട. ആയിക്കോട്ടെ. പോട്ടെട്ടാ. ഒരു സംശയം ചോദിക്കണ്ടേനോ? എന്താ ഇത് എത്ര വലിയ സംശയം? അല്ല ഉസ്താദേ, സംശയം എന്തുണ്ടെങ്കിൽ ചോദിച്ചാ അതിനോ, അതൊന്നും മനസ്സിലല്ലോ. അല്ലേ, ഞാനൊരു ആദ്യം പെണ്ണിട്ടീനോ. അപ്പൊ അന്ന് അവൾക്ക് കുട്ടികളൊന്നും ചെയ്യണോ. അപ്പൊ അമ്മാന്റെ നിർബന്ധത്തിൽ പ്രകാരം ഞാൻ ഓളെ ഒഴിവാക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവളെ കെട്ടിയത്. അതിലിപ്പോ 2 കുട്ടികളും ഉണ്ട്. അതിനെന്താണ്? അൽഹംദുലില്ലാഹ് റാഹത്തോട് കൂടി പോണില്ലേ? ഇപ്പൊ റാഹത്ത് തന്നെയാണ് പോണത്. പക്ഷെ ഞാൻ ആദ്യം കെട്ടില്ല പെണ്ണ്,
അവളെ കെട്ടിച്ചിട്ടില്ല എപ്പോഴും. അപ്പോ ഓളെ കാര്യം കഷ്ടത്തിലാണ്. അപ്പൊ ഇക്ക ഓളൊന്നും കൂടി തിരിച്ചെടുക്കാൻ പറ്റുമോ ഉസ്താദേ? പിന്നെ ഇവക്കാണെങ്കിലേ തീരെ ആരോഗ്യമില്ലേനു. ഇപ്പത്തെ പെണ്ണുങ്ങൾക്ക് ആരോഗ്യം കുറവുണ്ടെങ്കിൽ നമ്മൾ തെറ്റിലേക്ക് പോകുന്നു തോന്നുകയാണെങ്കിൽ വേറൊന്ന് കിട്ടുന്നത് നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഉസ്താദെ ഞാൻ ഈ തീരുമാനം എടുത്തത്. ആദ്യം കെട്ട പെണ്ണുങ്ങളുണ്ടല്ലോ ഓളെ തന്നെ വെച്ച് തിരിച്ചെടുക്കാനാ ഇഷ്ടം. ഞാൻ വേറൊന്നും തെരഞ്ഞു നോക്കണ്ടല്ലോ. ചെറിയൊരു പ്രശ്നം ഇതിലുണ്ടാവുമല്ലോ. നിങ്ങൾ ആദ്യത്തെ പെണ്ണുങ്ങളെ എത്ര പോയി ചെല്ലിയിരിക്കണം? അത് സത്യത്തിലേ ഞാൻ 3 ജല്ലി ഒഴിവാക്കിക്കണു. അങ്ങനെയാണ് ആ പെണ്ണിനെ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്യാൻ പറ്റൂല. ഇനി അങ്ങനെ നിക്കാഹ് ചെയ്യണമെങ്കിൽ വേറൊരാൾക്ക് നിക്കാഹ് ചെയ്തതിന് ശേഷം അത് ഒഴിവാക്കിയതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിലേ ഓളെ കെട്ടാൻ ഞാൻ ഒരാളെ നോക്കട്ടെ. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഈ പുതുമഴക്ക് നമ്മളെ കുളത്തിലുള്ള മീനൊക്കെ അതിന്റെ എത്തുകൂടിയുള്ള ചാലുകൂടി കാരി പോയിക്കണോ എന്ന് നോക്കിക്കണ. അതിന് നിങ്ങൾ കുഴച്ചില്ല ആചാര്യ, ഞാനാണ് വലിയൊരു വല കൊണ്ടിട്ടിരിക്കുന്നു അവിടെ. അതേതായാലും നന്നായി ഇത് കണ്ടറിഞ്ഞ് ചെയ്തത്. ആചാര്യ, അവിടുന്ന് 2-3 ആൾക്കാർ വരുന്നുണ്ടല്ലോ. പള്ളിക്കത്ത് ഉസ്താദ് ഉണ്ട് തോന്നുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഇവിടെ കാര്യക്കോളെ എല്ലാരും. ആചാര്യ, ഞങ്ങൾ എല്ലാരും കൂടി ഇപ്പൊ പോന്നേണ്ടതേ ഇക്കൊല്ലത്തെ നമ്മളെ ഒതുവത്തിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. മലയിൽ ഇപ്പൊ ഒരുവിധം എല്ലാരും ചേർന്നേക്കണു. ഇങ്ങളെ ബല് വന്ന് കണ്ടിട്ടില്ല. കഴിഞ്ഞൊരു മറാജ് വലിയൊരു പോർത്തായിരുന്നു. ഇക്കൊരു പെത്ത പാട്. അതിലെന്താ സംശയം? ആചാര്യ ഇക്കുരും വലിയൊരു പോത്താണ്. കഴിഞ്ഞ കൂടി ഞാൻ പോത്തിനെ തന്നു, ഇക്കുറി ആ ഉലയത്തിനെ കൂടുന്നില്ല. ആചാര്യ, നിങ്ങൾ അങ്ങനെ പറയരുത്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ പരിപാടിക്ക് ഉണ്ടായപ്പോ നല്ലൊരു ഗുമ്പുണ്ടായിരുന്നു. നിങ്ങളെ നല്ലൊരു പോത്തും ഉണ്ടായിരുന്നു ചൊറുക്കുള്ള. കഴിഞ്ഞൂറി നല്ല ചൊറുക്കുള്ള പോത്തിനൊക്കെ ഞാൻ തന്നു. അതിന്റെ ബോട്ടി അവിടെ എടുത്തേക്കാൻ പറഞ്ഞു. മമ്മീനെ ഞാൻ പാത്രമായിട്ടാണ് പറഞ്ഞയച്ചപ്പോലെ അവിടെ ചെന്നുകാണ്ട് നോക്കിക്കാണ്ട് വന്നുകാണ്ട് പറഞ്ഞത് പെട്ടിയില്ല, കൊടലുമില്ല, അവിടെ ഒക്കില്ല. അത് ആചാര്യ പറഞ്ഞത് ശരിയല്ലാണ്. ഞാൻ പാത്രയിൽ മടങ്ങിട്ട് പോന്നു. അതൊക്കെ കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞു പോയില്ലേ. ഇങ്ങളെ ഇക്കുറി ഒരു പോത്തിനെ തരാൻ പറ്റൂലെങ്കിലേ ഒരു 2 പങ്കേലും ചേരി അതാണ്ട് എഴുതല്ലേ. ഒരു പങ്കൊന്നും എഴുതണ്ട. ഞാൻ ഒന്നേത്തിന് കൂടുന്നില്ല നിങ്ങളോടല്ലേ പറഞ്ഞത്. ആചാര്യ, നിങ്ങൾ അങ്ങനെ പറയരുത്. അത്യാവശ്യം സാമ്പത്തികമുള്ള ആൾക്കാർ മാറി നിൽക്കാൻ പാടില്ല. എല്ലാരും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട പരിപാടി ഉള്ളത്. സഹകരിക്കണോണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല ഉസ്താദെ. ഈ പരിപാടി കൊണ്ട് നടക്കണ 1-2 ആളുകളെ എനിക്ക് തൃപ്തിയില്ലാത്തോലാണ്. അതുകൊണ്ടാണ് ഞാൻ കൂടാത്തത്. ആചാര്യ, നിങ്ങളെ പഴയ വിഷയങ്ങളൊക്കെ വിടി. ഇനി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ 2 പങ്കൊന്ന് ചേരി. ഉസ്താദ് പറഞ്ഞ സ്ഥിതിക്ക് മറാജിനെ ഒരു പങ്ക് എഴുതിക്കാൾ. ഉസ്താദ്, എന്നാ നമ്മളാണ്ട് ഇറങ്ങല്ലേ. എന്നാ പോട്ടെ ആചാര്യ. അസ്സലാമു അലൈക്കും. ഹലോ, ആരാണ്? അല്ലപ്പോ ഞങ്ങളേ ഒരു 1 മണിക്കൂറാണ് ഞാനേ മെയ്തോജിയും കൂടി. ആരാചാര്യ? അത് നമ്മൾ ആര്യപ്പോണേ കന്ന് വാങ്ങിയില്ലേ, ഓനാ കന്ന് മാറ്റി കെട്ടാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞേക്കണു. അപ്പൊ ഞാനും മെയ്തോജിയും കൂടി ആണ്ട് പോവാണ്. നിങ്ങൾ ഉസ്താദ് കൂടി പേരിട്ടാ. ഒരു ഉസ്താദേ, എന്തിയെ പിന്നൊരു പങ്ക് ചേർക്കും അദ്ദേഹത്തില്. അതിന് മഹമ്മദേ, അന്റെ അടുത്ത് പൈസ ഉണ്ടോ? ഞാനേ കൊറേ ആയോ ഒരുക്കുട്ടിച്ചിട്ട് പൈസ. എത്ര ആവും ഒരു പങ്ക് ചേരാന്? 13,000 ഉറുപ്പ്യ ആകും. ആ പൈസ ഒക്കെ എന്റെ അടുത്തുണ്ട്. പിന്നൊരു പങ്ക് ചേർത്താൽ നിങ്ങള്. എന്നാ എന്നൊരു പങ്ക് ചേർത്തോണ്ടിട്ടോ. നടക്കല്ലോ സാർ. ഈരാങ്ക, ചില ആൾക്കാരെ വേഷം കണ്ടാൽ നമുക്ക് വിലയിരുത്താൻ കഴിക്കൂലട്ടാ. ആ ഉസ്താദ്, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. നമ്മളെ ആചാര്യോട് ഇപ്പൊ എത്ര ചോദിച്ചു, ഓനാണ് മണ്ടി നിൽക്കാണ്ട് ഒരു പങ്ക് ചേർന്നത്. പൊന്നാര മക്കളെ, ഈ വീരാങ്കാക്ക നിങ്ങളോട് പറയാൻ എന്താ അറിയോ, പൊതുവത്തെ സുന്നത്താണെങ്കിലേ അത് നല്ലൊരു കൂലിട്ടുന്ന സംഗതിയാണ്. അതിൽ നിങ്ങൾ കഴിയുന്ന ആൾക്കാരൊക്കെ പങ്കെടുക്കുക. അതാണ് വീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളൂ.